ഹായ് നമസ്കാരം. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഇതെന്താ നിങ്ങൾ വിചാരിക്കൂ, എല്ലാവർക്കും അറിയായിരിക്കും. ഇത് എന്താണ് പനിക്കൂർക്ക. അപ്പോൾ എനിക്ക് ഇവിടെ എന്തെങ്കിലും കൊണ്ട് ഉണ്ടാക്കുന്നതെന്ന് കണ്ടോക്ക. അപ്പോൾ നേരെ വീഡിയോയിലേക്ക്. ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചുക്ക് കാപ്പിയാ. പിന്നെ കാര്യമായ സാധനമല്ല. വീട്ടിൽ വെക്കുന്നത് ചുക്ക് കാപ്പി എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയില്ലെന്ന്. പക്ഷേങ്കിൽ ഇതുപോലെ ട്രൈ ചെയ്ത് ഉണ്ടാക്കി നോക്കാം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനിത് വെള്ളം വെച്ചിട്ടുണ്ട്. ഇതാ പാത്രത്തിൽ ഇത്തിരി വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് തീ കത്തിക്കാം. ഈ വെള്ളത്തിലേക്ക് നമ്മൾ എന്താക്കണം, വെല്ലം 2 ആണി വെല്ലം ഇട്ടെടുക്കുക. നമുക്ക് ചുക്ക് എന്ന് പറയുമ്പോൾ ചുക്ക് നമുക്ക് ഇടാം. ചുക്കിന് പകരം ഇഞ്ചി, ഇഞ്ചി ചതച്ചതാണ് ഇത്. ഇത്രയും ഇഞ്ചി വേണം. ഇഞ്ചി കൂടുതൽ എടുക്കണം. നമുക്ക് എത്രയും എടുക്കാം അത്രയും നല്ലതാ ഇഞ്ചി. ഇത് കുരുമുളക് പൊടിയാണ്. അപ്പോൾ 1 സ്പൂൺ കുരുമുളക് പൊടി. ഇത് ജീരകമാണ്. ജീരകം ഇനി വേണ്ടത് മഞ്ഞൾ പൊടി. നാടൻ മഞ്ഞൾ ഉണക്കി പൊടിച്ചിട്ട് എൻ്റെ സുഹൃത്ത് തന്ന മഞ്ഞൾ പൊടിയായത്. അപ്പോൾ ഒരു ചെറിയ സ്പൂൺ മഞ്ഞൾ പൊടി എല്ലാം ഇട്ട് തിളക്കുന്ന സമയത്ത് ഇതൊരു തിള വരട്ടെ. തിള വരുന്നതിന് ശേഷം നമുക്ക് ഇതാ നല്ല എടുത്ത് വെച്ച നല്ല ഇത് പിന്നെ കരിന്തുളസിയാണ്. വെള്ളത്തുളസി ഇടാം, കരിന്തുളസി. പക്ഷേ ഇത് കരിന്തുളസിയാണ് ഇതിന് നല്ല ഇതുണ്ടാവുക. വെള്ളത്തുളസി ഇടാം. ആ പനിക്കൂർക്കണ്ട, പനിക്കൂർക്കൻ്റെ ഇലേനെ കണ്ട ഇല, വലിയ ഇല. ഇതാ ഇത് രണ്ടും കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് തിളക്കട്ടെ. തിളക്കുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്കിത് തുറന്ന് വെക്കാൻ തിളച്ചിട്ടുണ്ടാവും. തിളച്ചിട്ട് അപ്പോൾ തിളച്ച പാട് നമ്മൾ എന്താക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വേണ്ട തുളസി നമുക്ക് ഒന്ന് പിന്നെ പൊട്ടിച്ചിടാം. കൈ കൊണ്ട് ഇതിങ്ങനെ നുറുക്കിയിട്ട് ഇടാം. പണ്ടത്തെ മാതിരി പീശാത്തിയവും കത്രികയൊന്നും ഇല്ലാതെ ഇങ്ങനെ നുറുക്കിയിടാം. പിന്നെ ഇത് ഇല, പനിക്കൂർക്കേൻ്റെ ഇല ഇതാ ഇങ്ങനെ പൊട്ടിച്ചെന്നിടുക. ഇങ്ങനെ ഇടും. ഇളക്കി നോക്കാം. ഇത് കുറച്ച് വറ്റണം കേട്ടോ. നമ്മൾ കുറച്ച് നല്ലൊരു 20 മിനിറ്റോളം തിളച്ച് വറ്റണം. മധുരവും എരിവൊക്കെ അവരൊരിഷ്ടത്തിന്. എല്ലാം ഇഞ്ചി കുറച്ച് കൂടുതൽ ഇടണമെന്നേ ഉള്ളൂ. അപ്പോൾ നമുക്കിത് തിളച്ചിട്ട് വരുന്നവരെ വേവുന്നവരെ വെയിറ്റ് ചെയ്യാം. ഒരു 10 മിനിറ്റ് നമുക്കിത് ഇങ്ങനെ വെക്കാം അടിച്ച് വെച്ചിട്ട്. ഓക്കെ, അടിച്ച്. അപ്പോൾ നമുക്കിത് ആയിട്ടുണ്ടാവും. ഞാൻ ഇന്ന് ഇത് ഉണ്ടാക്കാൻ കാരണം എന്താ അറിയാം, എനിക്ക് നല്ല ജലദോഷമുണ്ട്, തലവേദനയും തൊണ്ടവേദനയെല്ലാം ഉണ്ട്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ തുറന്നു നോക്കാം. അതാ കുറച്ച് പറ്റിയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ചേരുവെല്ലാം ചേർന്ന് നല്ല ഇതിൻ്റെ അകത്തേക്ക് അങ്ങ് ലയിച്ച് ചേർന്നിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഇതേണ്ട എൻ്റെ തുളസി ഇല്ല. ഞാൻ അപ്പുറത്തുനിന്ന് ഇതാ പേരടക്കം പറിച്ചോണ്ടതാണ്. അപ്പോൾ ഈ തുളസി ഞാനിന്ന് ഇവിടെ നടും. എനിക്ക് കുറച്ച് തുളസി ഞാൻ കാപ്പിയിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ട, ഇത് പനിക്കൂർക്ക എൻ്റെ അടുക്ക് ഉണ്ടായിട്ടില്ല. അപ്പുറത്തെ വീട്ടിലെ ചെക്കൻ കൊണ്ട് തന്നതാണ് ഇത് പനിക്കൂർക്ക. എൻ്റെ അടുക്ക് ഉണ്ടായിരുന്നു, അത് പോയിപ്പോയി. കാരണം വെച്ചാൽ ഇത് രണ്ടും ഒരു വീട്ടിൽ എപ്പോഴും ആവശ്യമാണ്. കാരണം വെച്ചാൽ നമുക്ക് ചെറിയ കുട്ടിക്ക് പോലും ഈ സാധനം ഇതിലിപ്പോൾ ഞാൻ ചേർത്ത സാധനത്തിൽ കുരുമുളക് ഒഴിവാക്കി കഴിഞ്ഞാൽ നമ്മൾ ചെറിയ കുട്ടിക്ക് ജലദോഷവും തണുപ്പും മാറാത്ത വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതെന്ത് ചെയ്യാം, ഇതുപോലെ കഷായം വെച്ചിട്ട് കൊടുക്കാം. വലിയാക്ക് കുരുമുളക് ഇട്ടിട്ട്. അപ്പോൾ ഈ രണ്ടും എല്ലാവരും നട്ടിട്ട് ഇത് ഭയങ്കര, ഈ പനിക്കൂർക്കല്ല ഭയങ്കര സാധനം. ഇത് നമ്മൾ പിഴിഞ്ഞിട്ട് ചൂടാക്കിയിട്ട് പിഴിഞ്ഞിട്ട് ചെറിയ കുട്ടിക്ക് കൊടുക്കാൻ കമ്പം പോകാൻ വേണ്ടിയിട്ട് നമുക്കും കഴിക്കാം. ഇഞ്ചിയും ഇതും ചേർത്ത് പിഴിഞ്ഞ വെള്ളം തേനും ചേർത്തിട്ട് കുടിച്ചു കഴിഞ്ഞാൽ ജലദോഷത്തിനും ഒക്കെ ഭയങ്കര നല്ലതാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യാം. ഓക്കേ, ഞാൻ ഇതിനകത്ത് വേറെ സാധനം ചേർക്കുന്നുണ്ട്. എന്താ അറിയാം, കാപ്പിപ്പൊടി. ഈ കാപ്പിപ്പൊടി ഏതാ അറിയാം, എനിക്ക് കൊടകുന്ന് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് അവർ ഉണ്ടാക്കിയിട്ട് കൊടുത്തയച്ച കാപ്പിപ്പൊടി എൻ്റെ ഫ്രണ്ടിൻ്റെ എടുക്കുക. ഞാൻ മുന്നേ ടൂർ പോയ സമയത്ത് അവിടെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ അമ്മായി എനിക്ക് സ്പെഷ്യലായിട്ട് പൊടിച്ച കാപ്പിപ്പൊടിയാണ് കൊടക് കാപ്പിയുള്ളത്. ഇതിൽ കുറച്ച് ചേർത്ത് കൊടുക്കാം.